സുഹൃത്തുക്കളെ, ഞാൻ മുഹമ്മദ് അലി പഴയലക്കടി. നിങ്ങൾ ആരെങ്കിലും പുതിയൊരു വീട് വെക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ നിർബന്ധമായിട്ടും എല്ലാ ബെഡ്റൂമിലും ഈ മുകളിൽ കാണുന്ന പോലെ ഒരു എക്സോസ്റ്റ് വെക്കണം. കുറച്ച് വലിയ എക്സോസ്റ്റ് തന്നെ ആയിക്കോട്ടെ. അതേപോലെ തന്നെ ഇതേപോലെ ഒരു റെഗുലേറ്ററും വെച്ച് കഴിഞ്ഞാൽ റൂമിൽ നല്ല തണുപ്പായിരിക്കും. എ സി വെക്കുന്ന ആൾക്കാരാണെങ്കിലും ശരി, എ സി വെക്കാത്ത ആൾക്കാരും ശരി, എല്ലാ ബെഡ്റൂമിൽ ഇതൊന്നും വെക്കണതല്ലാന്ന് എനിക്ക് പറയാനുള്ളത്. ഈ എക്സോസ്റ്റ് ഇട്ട് കഴിഞ്ഞിട്ട് ഇതേപോലെ ജനലിലൊരു ജനലാണ് തുറന്നിട്ട് കഴിഞ്ഞ് ഒരു കർച്ചീഫ് വെച്ചാൽ ആ കാറ്റ് നേരെ നമ്മുടെ ബെഡിൽ കിടക്കുന്ന സ്ഥലത്ത് കിട്ടിക്കഴിഞ്ഞാണല്ലോ നേരെ മുഴുക്കത്തിനും പുതച്ച് കിടക്കേണ്ടി വരുന്ന ഉറപ്പാണ്. ഇതെൻ്റെ ഒരു ആദ്യത്തെ വീഡിയോയിൽ ഞാൻ പറഞ്ഞിരുന്നു. ഒരുപാട് ആൾക്കാർ ചെയ്തിട്ടുണ്ട്, ഒരുപാട് ആൾക്കാർ വന്ന് നോക്കിയിട്ട് പോയി ചെയ്തു. എല്ലാവർക്കും നല്ല അഭിപ്രായമാണ്. അപ്പോൾ പുതിയൊരു വീട് വെക്കുന്ന ആൾക്കാർ ഇതൊന്നും ചെയ്ത് കഴിഞ്ഞാണ്ടല്ലോ നല്ലൊരു അനുഭവമായിരിക്കും. വീഡിയോ ഒന്ന് കണ്ടു നോക്കിയത്. ഏതൊരാൾ വീട് വെക്കുമ്പോഴും പുതിയ ബെഡ്റൂമുകളിൽ എല്ലാ ബെഡ്റൂമിലും ഇതേപോലെ ഒരു എക്സോസ്റ്റ് അത്യാവശ്യം കുറച്ച് വലുപ്പമുള്ള തന്നെ വെക്കണം. ഇതേപോലെ ഒരു എക്സോസ്റ്റ് വെക്കുകയാണെങ്കിൽ ഉണ്ടല്ലോ നല്ല തണുപ്പായിരിക്കും റൂം. എ സി എന്ന് പറഞ്ഞാൽ ഭയങ്കര കറണ്ട് ബില്ലാണ്. ആ എക്സോസ്റ്റ് ഇട്ട് കാണിച്ചു തരാം. കർച്ചീഫ് തൂങ്ങി കിടക്കുന്നുണ്ടില്ലേ, ഈ ഇതാണ്ട് സ്വിച്ച് ഇടുമ്പോൾ അത് തന്നെ അങ്ങോട്ട് പോകും. അത്രയും ബെഡിലേക്ക് കാറ്റ് കിട്ടും. സ്വിച്ച് ഇട്ട് കണ്ടോ, കർച്ചീഫ് ഫുള്ളായിട്ട് പൊങ്ങി നേരെ ബെഡിലേക്കാണ് കാറ്റ് കിട്ടുക. നല്ല തണുപ്പായിരിക്കും എന്ന് പറഞ്ഞാൽ നല്ല തണുപ്പായിരിക്കും. എല്ലാവരും ഇതൊന്നും ചെയ്യൽ ആവശ്യമാണ്. ആ എക്സോസ്റ്റിൻ്റെ ഹോളടക്കാൻ വേണ്ടി ഒരു നെറ്റ് അടിച്ചാടെ വെച്ചാൽ മതി. രണ്ടാണിയിട്ട് അതിലാണ്ട് കുറച്ച് കിട്ടും. എക്സോസ്റ്റിൻ്റെ കൂടെ ഈ റെഗുലേറ്റർ ഇത് നിർബന്ധമാണ്. കാരണം എന്താണെന്നറിയോ, അത്രയും തണുത്തിട്ട് നമുക്ക് കിടക്കാൻ വയ്ക്കില്ല. വളരെ കമ്മിയിൽ വെച്ചാൽ മതി. കണ്ടോ, ഇത്ര സ്പീഡിലാണ് വെച്ച് കിടക്കൽ ഞങ്ങൾ. ഇത്ര കാറ്റ് കിട്ടിയാൽ തന്നെ ഇത് നേരെ ചോട്ടിലേക്കാണ് കാറ്റ് പോകണം. അപ്പോൾ ഇത് ദേഹത്ത് കാറ്റ് കിട്ടാൻ വേണ്ടി ഇതൊന്ന് ഞങ്ങൾ വെറുതെ ഇവിടെ കൊളുത്തിയിടും. കണ്ടോ, ഇത് കൊളുത്തിയിട്ടാൽ നേരെ കാറ്റും കൊണ്ട് കിട്ടും. ഇത് പിന്നെ ഒരു സ്നേഹിതൻ തന്നൊരു കപ്പൽ എ സിയാണ്. ഇത് അധികം ഉപയോഗിക്കലേ അല്ല, എപ്പോഴെങ്കിലും ഒന്ന് പകൽ മാത്രം ഉപയോഗിക്കുന്നുള്ളൂ. ഇത് രാത്രി കിടക്കുമ്പോൾ നമുക്ക് എക്സോസ്റ്റ് എങ്ങനെയായാലും നല്ല തണുപ്പ് കിട്ടുകയും ചെയ്യും, കറണ്ട് ബില്ല് വളരെ കമ്മിയാവുകയും ചെയ്യും. എ സി ഇട്ടാലൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഇതൊരു നാച്ചുറൽ കാറ്റ്, പ്രകൃതിത്തെ കാറ്റെല്ലാം നമുക്ക് കിട്ടുന്നത്. നെറ്റ് ഇതേപോലെ വെച്ച് കഴിഞ്ഞാൽ ഒരു കുഴപ്പമില്ല, കൊതും വരില്ല, ഒന്നും വരില്ല. വീട് വെച്ച് കഴിഞ്ഞിട്ടേ പിന്നെ ഹോളിടാൻ ബുദ്ധിമുട്ടുള്ളവർ ഇതേപോലെ ജനലിൽ ഒരു സൈഡിലൊരു എക്സോസ്റ്റ് വെച്ചിട്ട് ഒരു കള്ളിയോടെ ജനലിൽ തുറന്നു വിട്ടാൽ. ഇതാണ് എൻ്റെ ആദ്യത്തെ വീട് ഉണ്ടായിരുന്നത്. റൂം നല്ല തണുപ്പായിരിക്കും. ഇതാണ്ട് ഇട്ട് കഴിഞ്ഞാൽ ഉള്ളിൽ നിന്ന് കാണിക്കാം. പുറത്തെ ജനലിൽ എക്സോസ്റ്റ് വെച്ചാൽ അതേപോലെ ഉണ്ടാവും. സ്വിച്ച് ഇട്ട് കണ്ടാൽ നേരെ കാറ്റ് ബെഡിൽ കണ്ടുവരും. കണ്ടോ, ഈ കർട്ടനുണ്ട് പൊങ്ങിയിട്ട് നേരെ കാറ്റ് ഉള്ളിലേക്ക് വരും ചെയ്യും. റൂമിലത്തെ കാറ്റ് ഇതേപോലെ പുറത്തേക്ക് പോവുകയും ചെയ്യും. ഇതിനെന്താ വേണ്ടിച്ചാൽ എയർ ഹോളുകൾ ഫുള്ളായിട്ട് നമ്മൾ അടച്ചിടണം. റൂമിലേക്ക് വേറെ ഏത് വഴിക്കും കാറ്റ് വരാൻ പാടില്ല. അപ്പോൾ ഇതേപോലെ നല്ല കാറ്റ് റൂമിലേക്ക് കിട്ടും. കേട്ടോ, ബെഡിലേക്ക് കിട്ടും. റൂം തണുപ്പിക്കാൻ ഇതിൽ വലിയൊരു ഐഡിയ വേറില്ല നിൽക്കണം. പക്ഷെ പകൽ കുറച്ച് ഉപകാരം കമ്മിയായിരിക്കും കേട്ടോ. നമുക്ക് രാത്രിയാണല്ലോ കടന്നുറങ്ങേണ്ട ആവശ്യം. വീഡിയോ ഇഷ്ടപ്പെടലല്ല ആവശ്യം നമുക്ക്. ആൾക്കാർക്ക് ഉപകാരപ്രദമാകുള്ളൊരു കാര്യമാണ് വേണ്ടത്. ഓക്കെ, ഗുഡ് ബൈ.